അമിത്ഷായെ വരച്ച വരയിൽ നിർത്തി വിജയം കൊയ്ത് പ്രിയങ്ക ഗാന്ധി. 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്നറിയുമ്പോൾ അവരെയും പുറത്താക്കിക്കൊണ്ടാണ് പ്രിയങ്ക ഈ കന്നി മത്സരത്തിൽ വിജയം കൊയ്തെടുത്തത്. അതായത് കന്നി അംഗത്തിന് രാഹുലിന് പകരമായി വയനാട്ടിലേക്ക് എത്തിയ പ്രിയങ്ക തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഒരു ദേശീയ നേതാവ് എന്നതിനപ്പുറത്ത് വയനാടിന്റെ MP മാത്രമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പലരും പറഞ്ഞു ഗാന്ധി കുടുംബം വയനാട്ടിൽ വന്നു ഒരു ടൂറിസ്റ്റിനെ പോലെ കണ്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുമെന്ന്. എന്നാൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ കേരളത്തിലെ MP മാരെയും കൂട്ടി അമിത്ഷായ്ക്ക് മുന്നിൽ കസേര വലിച്ചിട്ടിരുന്ന പ്രിയങ്കയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെയാണ് വയനാട് അതിതീവ്ര ദുരന്തമായി ഇപ്പോൾ അമിത്ഷാ പ്രഖ്യാപിക്കുന്നത്. ഇത് തീർത്തും വയനാടിന്റെ MP പ്രിയങ്കയുടെ വിജയമാണ്. പ്രിയങ്ക എന്ത് ചെയ്തു എന്നതിനുള്ള ആദ്യ ഉത്തരവുമാണ്. ഇനി നിർമ്മലയെ കൊണ്ട് പെട്ടി തുറപ്പിക്കുക എന്നതാണ് പ്രിയങ്കയുടെ അടുത്ത ദൗത്യം. അതായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രതികരണവുമായി വയനാട് MP പ്രിയങ്ക ഗാന്ധിയും എത്തിയിട്ടുണ്ട്. തീരുമാനത്തിൽ സന്തോഷമുണ്ട് എന്നും ഇനി ഫണ്ടുകൾ എത്രയും വേഗം അനുവദിക്കണമെന്നുമാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. അമിത്ഷാ ഒടുവിൽ ഈ തീരുമാനം എടുത്തതിൽ സന്തോഷം. ദുരിതം അനുഭവിച്ച നിരവധി ജനങ്ങൾക്ക് പുനരധിവാസത്തിനും മറ്റുമായി ഈ പ്രഖ്യാപനം സഹായിക്കും. ഇനി എത്രയും വേഗം ഫണ്ടുകളും മറ്റും അനുവദിക്കുക കൂടി വേണമെന്ന ഒരൊറ്റ ആവശ്യമാണ് ഇപ്പോൾ വീണ്ടും പ്രിയങ്കയ്ക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. മുണ്ടക്കൈ ചുരൽമല ഉരുൾ ദുരന്തം അതിതീവ്ര ദുരന്തമായ അഥവാ ലെവൽ 3 കാറ്റഗറിയാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി രാജീവ് ഗുപ്ത സംസ്ഥാന റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് അയച്ച കത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ പ്രത്യേക ധനസഹായമടക്കം കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് കത്തിൽ പരാമർശങ്ങളൊന്നും കാണാനില്ല. കേന്ദ്ര മന്ത്രിതല സമിതി ദുരന്ത മേഖല സന്ദർശിച്ചു നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ഇതിനകം ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അധിക ദുരിതാശ്വാസ സഹായം കൈമാറിയിട്ടുണ്ടെന്നാണ് കത്തിൽ വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും ഒക്കെ തരത്തിൽ വയനാടിന്റെ കാര്യത്തിൽ നിന്നും പിന്മാറാമെന്നാണ് മോദി കരുതിയത്. അതിനായിട്ടാണ് ഒന്ന് വന്ന് കണ്ട് 2 ആശ്വസിപ്പിക്കലൊക്കെ ആയിട്ട് തിരികെ പോവുകയും ചെയ്തത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പിന്നാലെ ഉണ്ടായിരുന്നു എന്നല്ലാതെ 2 കേന്ദ്രമന്ത്രിമാരെ കൊണ്ടും വയനാടിന്റെ കാര്യത്തിൽ യാതൊരു നീക്കുപോക്കും ഇല്ലാതിരുന്നിടത്താണ് പ്രിയങ്ക എത്തിയതും കാര്യങ്ങൾക്കൊരു തീർപ്പ് കൽപ്പിച്ചതും.